ഹായ് ഹലോ. ഏഹ് സംസാരിക്കാറുണ്ട്. ഞാൻ രാവിലെയൊക്കെ ഇപ്പം സംസാരിക്കാറ്. അപ്പോൾ ഇന്ന് ഏഹ് ചളി വാരി എറിയലോ തെറി വാരി എറിയലോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയുമ്പോൾ അത് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സത്യസന്ധമായ കാര്യം. അതായത് നമ്മൾ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത് ഇച്ഛൻ്റെ വിരുദ്ധം. പക്ഷേ ആ ഈച്ച് എവരിത്തിങ് പോകുമ്പോഴും ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പം നമ്മളൊരു ട്രെയിൻ യാത്രയിൽ നമുക്കറിയുന്ന ആണുങ്ങളായിരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും അറിയാം, പക്ഷെ അയാളെ കൂടെ യാത്ര ചെയ്യുന്നത് വൈഫല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, കൂടെ യാത്ര ചെയ്തുകൂടെയെന്ന്? തീർച്ചയായിട്ടും കൂടെ യാത്രയൊക്കെ ചെയ്യാം. പക്ഷേ കോമൺ ആയിട്ടില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി കുറച്ച് പ്രായമൊക്കെ ഇല്ല ആൾക്കാർ, കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലാത്തവരോ അതാരാന്ന് നമുക്കറിയില്ല, അവരിങ്ങനെ സ്ഥിരം സെറ്റ് ചെയ്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് കയറും. അവർ ഫുഡൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഷെയർ ചെയ്ത്, പിന്നെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പും കണ്ടാൽ അറിയുമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മടിയിലൊക്കെ കിടന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ഗേൾ ഫ്രണ്ടിൻ്റെ ബാഗൊക്കെ പിടിച്ച്. അപ്പം ഞാൻ ഇതിനിടെ കണ്ടപ്പോൾ ഒരാളോട് ചോദിച്ചു, ഇത് വൈഫിനെ എനിക്കറിയാം, ഇവരെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ടൈം പാസ്, അത് അവരിഷ്ടമാണ്. 18 വയസ്സായില്ലേ, ഞാൻ അതൊന്നുമല്ല പറയുന്നത്. അവർ ഇന്ന ഓഫീസ് ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞു വരുന്ന കാര്യം, കല്യാണം കഴിച്ചാലും ഈ പേഴ്സണൽ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട പ്രണയങ്ങളും നഷ്ടപ്പെട്ടതെല്ലാം നമുക്കൊരു സൈഡിൽ പെൻഡിങ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും വൈഫോന്ന്, അത് 99% ആക്കും. അതൊരു സൈഡാണെന്ന് എനിക്ക് എൻ്റെ ഒരു അനുഭവം. പലതും കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കുന്നത് ഇച്ഛൻ്റെ വൃത്തി, കുട്ടികൾ, ഫാമിലി, സ്വന്തം ഫാമിലി, വൈഫിൻ്റെ ഫാമിലി, വൈഫ് ഒക്കെ റെഡി. പക്ഷേ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത്, അപ്പം നിങ്ങൾ അവിടെ എൻജോയ്മെൻ്റ് ഇല്ലേന്ന്. അതിപ്പം ഉണ്ടായിരിക്കൂലായിരിക്കാം, ഉള്ളവർക്കത് പോരാത്തതായിരിക്കാം, അല്ലെങ്കിൽ വെറൈറ്റിയിൽ ഇഷ്ടം കണ്ടെത്തുന്നവരായിരിക്കാം. നമ്മൾ ഈ ന്യൂ ജനറേഷനെ കുറ്റം പറയുന്നതിൻ്റെ കൂടെ തന്നെ നല്ല പ്രായമുള്ളവരും പക്വതയുള്ളവരും ജീവിതം എന്താണെന്നറിയുന്നവരും എന്ത് ദാരിദ്ര്യത്തിൻ്റെ മേലെയാണ് ഇവർ ഈ ഒരു സെറ്റപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് അറിയില്ല. ഒരു തരം ലൈംഗിക ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ ഒരു അമിത ആസക്തിയാണോ, അരാജകത്വമാണോ, ആക്രാന്താണോ, അല്ല വിചാരിച്ച പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ടാണോ, എന്നും കാണുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, എല്ലാവരും എല്ലാം ആഗ്രഹിക്കുന്നുമുണ്ട്, നോർമലായ എല്ലാവർക്കും. പക്ഷെ നമുക്ക് എന്തോ ഒരു വെറൈറ്റിയാണോ, എത്ര ഇതായിട്ടുള്ളവർക്കും ഉണ്ട്. അത് അവർ ലേഡീസ് പലപ്പോഴും അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ പുരുഷന്മാർ പലപ്പോഴും അറിയുന്നില്ല. അത് ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മറ്റേത് മറിച്ചേത് എന്നൊക്കെ ഇട്ടവർ ചില ലേഡീസിൻ്റെ മെസ്സഞ്ചറിൽ കയറിയിട്ട് ഹായ് സുഖാന്നോ, സുഖമല്ലെങ്കിൽ നീ സുഖാക്കി തരുമോ,
ഉറങ്ങിയോ, ഉറക്കാൻ വരുന്നുണ്ടോ, ഫുഡ് കഴിച്ചോ, ഫുഡ് കൊണ്ടു തരുന്നുണ്ടോ, എന്താവശ്യം എന്താവശ്യം ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നു കെട്ടിപ്പിടിച്ചിട്ടും ഇത് ഉമ്മ വെച്ചിട്ടും പിന്നെ ഞങ്ങൾ 25ാം വാർഷികം വിജയിപ്പിച്ചു, ഞങ്ങൾ ചിലർ പറയും തട്ടിമുട്ടി, ചിലർ പറയും അങ്ങനെ ഓരോരാളെ സാഹിത്യത്തിനനുസരിച്ചിട്ടായിരിക്കും ഹെഡിങ്. ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ലേ, നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ പലതും കാണുന്നുണ്ട്. ഒരുപാട് വർഷം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഞെട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെ കാസർഗോഡ് നിന്ന് മൂകാംബികയിലേക്കുള്ള ബസ്സിൽ, ട്രെയിനിൽ എല്ലാം. അപ്പോൾ എവിടെയാണ് പിന്നെ ഇതിൻ്റെ ഒരു പരാജയമോ അല്ലെങ്കിൽ എന്നാൽ അതിൻ്റെ ഒരു ഗുട്ടൻസ് പിടികിട്ടുന്നില്ല. ഒരു ലേഡി പിന്നെ എന്തോ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ആൾ പങ്കാളിട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ആണുങ്ങളെ കൊണ്ട് കൊള്ളൂല്ലെങ്കിൽ ലേഡീസ് ഇങ്ങനെ അവരുടേതായ ഒരിടം കണ്ടെത്തും. ഓപ്പണായ ടോക്കെല്ലാം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പുരുഷനെ കൊണ്ട് കൊള്ളൂല്ലെങ്കിൽ ലേഡീസ് കണ്ടെത്തും, ലേഡീസിനെ കൊണ്ട് കൊള്ളൂല്ലെങ്കിൽ പുരുഷൻ കണ്ടെത്തും, ആസ് യൂഷ്വൽ. അതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പിന്നെ യുക്തിക്ക് നിരക്കാത്തത് സംസാരിക്കുന്നു. ഇവരങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ. നമ്മൾ ഇപ്പം പറയേണ്ട കാര്യം ഇപ്പം പറയണ്ടേ? നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പം പറയുന്നത് ഇതിലായിരിക്കും കേട്ടിട്ട് തിരുത്താൻ പറ്റുന്നതാണെങ്കിലും നല്ലതല്ലേ. അതുമല്ല, അവരെ എൻജോയ്മെൻ്റ് അതാണെങ്കിൽ അവർ തിരുത്തണ്ട, ഒരു ജീവിതമല്ലേ ഉള്ളൂ അല്ലേ. ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ലോകത്ത് വേറെ ഇടന്നും കിട്ടൂലല്ലോ. മെയിൽ ടു ഫീമെയിൽ, നമുക്കിപ്പം എത്ര ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിലും എങ്ങനെ അത് ലവറാവുക അല്ലേ. ഇപ്പം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ആരെങ്കിലും ബെഡ് ഷെയർ ചെയ്യും? ഇല്ല. അത് നമ്മൾ ലവറായിരിക്കണം. നമ്മൾ ഇച്ഛൻ്റെ അഭിവൃദ്ധി തൽക്കാലത്തേക്കുള്ളതല്ല പറയുന്നത്. അപ്പം പിന്നെ ഇപ്പോഴത്തെ നമ്മളിങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാണ്ട്, എത്ര ജനങ്ങളുണ്ടെങ്കിലും യാത്രക്കാരുണ്ടെങ്കിലും അവരെ മുന്നിൽ വെച്ചിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഏജുള്ളവരും ഏജില്ലാത്തവരും. ഈ ഒരാളിലൊരു 58, 60 വയസ്സെല്ലാം കാണും, ലക്ഷ്യം വെച്ചിട്ടൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നീടാണ് അത് നമ്മളിപ്പം നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുമ്പം ഏത് കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത് അവിടെ കയറും. അതിലിപ്പം മറ്റവർ ഇന്ന് ഇതിന് കയറി അതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല, അപ്പോഴും കണ്ടു പോകുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കണ്ട് മടുത്തു. അതെന്താ അവരങ്ങനെ, അതിന് എന്തൊരു പ്രാധാന്യമില്ലാത്ത, എന്തുകൊണ്ടാണ് അതിത്ര ഒരു സില്ലി മാറ്ററായിട്ട് കാണുന്നത്? അതിനത്രയേ ഉള്ളൂ. ഇതെന്തൊക്കെയോ ആണെന്ന് വെച്ചിട്ട് വളർന്ന കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർ വളരുന്ന ഒരു, അത് സാഡാണോ ബാഡാണോ അത് ചൂസ് ചെയ്യുന്നതെല്ലാം അവരെ ലക്ഷ്യമാണ്. പക്ഷെ എന്തോ വീട്ടിൽ സംതിങ്, കുട്ടികളെ കാര്യമല്ല, പ്രായമായവരുത് ഒന്നുകിൽ ഭാര്യ പോരാ അല്ലെങ്കിൽ ഭർത്താവ് പോരാ, ഇനി മതിയെങ്കിലും മറ്റൊരാളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അത് ഇപ്പോഴും കൂടുതലാണോ അല്ല അതിപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ നമ്മളെ കണ്ണിൽ പെടുന്നതാണോ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് കല്യാണം ഒരു ലേബലാണ്. എല്ലാവരും അല്ല, എന്നാലും കല്യാണം ഒരു ലേബലാണെന്ന് എൻ്റെ ഒരു അനുഭവം അങ്ങനെയൊക്കെ തോന്നുന്നു. ഇപ്പം എൻ്റെ ഫോണിൽ നിനക്ക് ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും ഉണ്ട്. നമ്മൾ സ്വപ്നത്ത് പോലും അറിയാത്ത ആൾക്കാരൊക്കെ, ഫാമിലി ഉള്ളവരൊക്കെ, നമ്മളെ നാട്ടിലുള്ളവരൊക്കെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഹായ് ഹൂയ്, ഉറങ്ങിയോ, കഴിച്ചോ, കുളിച്ചോ, സുഖമാണോ. ഇനിയിപ്പോൾ സുഖമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം വണ്ടിയെടുത്ത് തരുന്ന പോലെ ഞാൻ മറുപടി കൊടുക്കും,
അത്ര വലിയ സുഖമൊന്നുമില്ല. എന്താ എന്ന് വെച്ചാൽ ഇപ്പം വരണോ, സുഖം തരാൻ ഇപ്പം വരണോ, എന്താ ഈ സുഖാന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? എല്ലാ സുഖവും ഇല്ലവരാരെങ്കിലും ഉണ്ടോ? എല്ലാ ദുഃഖവും ഇല്ലവരാരെങ്കിലും ഉണ്ടോ? മിക്സഡ് അല്ലേ. പിന്നെ നമ്മൾ ഈ സുഖമൊന്നും ആസ്ഥാനത്ത് കയറി അന്വേഷിക്കേണ്ടെന്നാണ് പറഞ്ഞത്. സുഖം അന്വേഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആസ്ഥാനത്ത് കയറി അന്വേഷിക്കേണ്ട. രാത്രി 12 മണിക്ക് കയറിയിട്ടൊരു ആക്കിയ സുഖം അത് വേണ്ട. അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 10-60 വയസ്സുള്ള ആൾക്കാർ ഈ ഭയങ്കര, എൻ്റെ ഈ നാട്ടിലൊരു കരുവള്ളൂരിലൊരു പോലീസുകാരൻ പ്രായത്തിലാണ്, എപ്പോഴും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാറ് വരുന്നു. ഒരു പ്രാവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിക്കൂടെ. അയാളെ വൈഫിനെ എനിക്കറിയാം, ഒരു കുഴപ്പമില്ലാത്തൊരു ലേഡി. അപ്പം എവിടെയോ ബെഡ്റൂമിലാണ് കുഴപ്പം, ബെഡ്റൂമിൽ നല്ല കുഴപ്പമുണ്ട്. ആ കുഴപ്പം നമ്മൾ ഈ വരുന്ന ജനറേഷനെയും കൂടെ ബാധിക്കുന്നുണ്ട്. അതാണ് ഇവരും ഇങ്ങനെ കെയർലെസ് ആയിട്ടും ഒരു റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒക്കെ ഇങ്ങനെ പോവാൻ കാരണം ബെഡ്റൂമിലാരും ഹാപ്പിയല്ല. സത്യസന്ധമായ കാര്യം പറയുന്നത്. ഇവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് വേറെ എന്തിലൊക്കെയോ, വേറെ അനദർ റിലേഷൻഷിപ്പ് വെച്ചിട്ട് തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരുപാടാണ്. അത് അവരവരെ കൺട്രോളിൽ നിന്ന് വിട്ടത് കൊണ്ടാണോ, അതായത് ഒരിക്കലും തിരുത്താൻ പറ്റാതെ സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് പോകുന്നവരാണോ, അതല്ല മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ല കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണോ, എന്തോ എവിടെയോ സംതിങ് ബെഡ്റൂമിൽ ഹാപ്പിയല്ല. ഒരു ഭയങ്കര അരക്ഷിതാവസ്ഥ യാത്രക്കിടയിലൊക്കെ കാണുന്നു. അത് ശരിക്കും ആലോചിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ട്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ കല്യാണം കഴിച്ച് അതിൽ പിന്നൊരു ജനറേഷനൊക്കെ ഉണ്ടാക്കുന്നതിലും ഭേദം ഒന്നും അറിയാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവും. വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി കഴിച്ചവർക്ക് ഉണ്ടാവും. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം നേരിടും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൺതരി മതി നമുക്കൊരു ക്രാക്ക്. നമ്മളങ്ങ് സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നെ പിടി കിട്ടൂല. അപ്പോൾ കല്യാണം കഴിക്കുന്നത് ഈച്ച് ആൻഡ് എവരിത്തിങ് റിസ്കി ജോബ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിലുള്ള കുട്ടികളെ സഹിക്കണം. എന്നാലും നമുക്ക് തോന്നും കൂട്ട് വേണം, യാത്ര ചെയ്യണം, എല്ലാം പറയാൻ ആൾ വേണം എന്നൊക്കെ തോന്നി നമ്മളൊരു ബന്ധത്തിലേക്ക് പോയാലും ചിലപ്പോൾ നമ്മളങ്ങനെ പരിഗണിക്കണമെന്നില്ല. അവർക്കൊരു അനദർ റിലേഷൻഷിപ്പിലായിരിക്കും താല്പര്യം. ചിലപ്പോൾ നമ്മളത് അറിയും, ചിലപ്പോൾ നമ്മളത് അറിയില്ല, ചിലപ്പോൾ നിങ്ങളതറിയും, ചിലപ്പോൾ നിങ്ങളത് അറിയുന്നില്ല. എന്തോ എവിടെയോ ഒരു, അതാണ് ഞാൻ പറഞ്ഞത്, ബെഡ്റൂമിൽ ഏതോ ഒരാൾ ഹാപ്പിയല്ല. പിന്നെ ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഹാപ്പി അല്ല എന്ന് തുറന്ന് പറയാനും ഹാപ്പി അല്ലാത്തൊരു ബന്ധം കൊണ്ടുപോകാനും ഇഷ്ടമല്ലാത്ത ആളാണ്. ചിലർ ഹാപ്പി അല്ല എന്ന് പറയാതെ സഫർ ചെയ്യുന്നുണ്ടാവും, ചിലർ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ടാവും. പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നവരും തുറന്ന് പറയാത്തവരൊക്കെ അനദർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നുണ്ട്. ലേഡീസ് ആയാലും ഉണ്ട്, ജെൻസ് ആയാലും ഉണ്ട്. എത്ര പെർഫെക്റ്റാന്ന് പറഞ്ഞാലും, എത്ര പകൽമാന്യനാന്ന് പറഞ്ഞാലും വീക്ക്നെസ്സാണ്. അതായത് എവിഡൻസ് അടക്കാണ് സംസാരിക്കുന്നത്, വിത്ത് എവിഡൻസ്.